I'm Chef Joshi. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി സലാഡാണ്. I'm Chef Joshi. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി സലാഡാണ്. ഒരുപാട് പേരുടെ ഡിമാൻഡാണ് സലാഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന സലാഡാണ് വാൾഡ്രോഫ് സലാഡ്. വാൾഡ്രോഫ് സലാഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വിദേശിയാണ്, അമേരിക്കനാണ്. എങ്കിൽ കൂടി തന്നെ നമ്മൾക്ക് ഇവിടെ സുലഭമായി കിട്ടുന്ന ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സുന്ദരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ, സെലറി, വാൾനട്ട്സ്. ആൻഡ് അതിൻ്റെ ഡ്രസ്സിങ് നമ്മൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് യോഗട്ട് ആൻഡ് മയോണൈസ്, വെജ് മയോണൈസ് ആണ്. ആൻഡ് സോൾട്ട്, പെപ്പർ ഇട്ട് സീസൺ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അതിൽ താഴെ കൊടുക്കുന്ന ലെറ്റ്യൂസാണ്. അപ്പോൾ ലെറ്റ്യൂസ് ആദ്യം തന്നെ മുറിക്കാം. ലെറ്റ്യൂസ് ഐസ്ബർഗാണ്, നല്ല ക്രിസ്പിയാണ്, കണ്ട ക്രഞ്ചി ആയിട്ടുള്ള ലെറ്റ്യൂസാണ്. ഇതെടുക്കാം, ഇവിടെ കൊണ്ടുവെക്കാം. അങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് ആണ് സെലറിക്ക് നമുക്ക് വേണ്ടത് ഇതിൻ്റെ ലീവ്സ് വേണമെന്നില്ല. നമുക്ക് ഇതിൻ്റെ 2 സ്റ്റെം എടുക്കാം. സെലറി വളരെ ഹെൽത്തിയാണ്, നല്ലതാണ്, നല്ല ബ്ലഡൊക്കെ നല്ല പ്യൂരിഫൈ ചെയ്യാൻ പറ്റിയ സാധനമാണ്. അടുത്തത് നമുക്ക് ഗ്രേപ്സ് ആണ്. ഗ്രേപ്സ് നമ്മൾ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം. സീഡ്ലെസ് ഗ്രേപ്പാണ്. ഇങ്ങനെ ലെങ്തിയാണ്, ലോങ് ആണെങ്കിൽ നമുക്കതിനെ ഇതുപോലെ 3 ആക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊരു 100 ഗ്രാം അപ്രോക്സിമേറ്റ്ലി. സീഡ്ലെസ് ആണ്, നമ്മുടെ ഞാവൽപ്പഴത്തിൻ്റെ ഒക്കെ മാതിരി ഇരിക്കണം, സീഡ്ലെസ് ആയിട്ടുള്ള. ഇതും കട്ട് ചെയ്ത് വെച്ചേക്കണേണ് ഞാൻ. ഇതുപോലെ ലോങ് അതിൻ്റെ ഉള്ളതാണ്. മുഴുവനോട് ഇട്ട് കഴിഞ്ഞാൽ അതൊരു സുഖമാകില്ല. അപ്പോൾ അതിനെ 1നെ 3 ആക്കുക. അതുപോലെ അടുത്തത് നമുക്ക് ചെയ്യണം വാൾനട്ട്സ് ആണ്. വാൾനട്ട്സിനെ ഒന്ന് ചോപ്പ് ചെയ്യാം. ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചോപ്പ് ചെയ്യണമെങ്കിൽ നല്ല ഫ്ലേവർ കിട്ടും. പാനിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചോപ്പിംഗ് ബോർഡിലേക്ക് വെക്കുക, കമത്തി വെച്ചിട്ട് ചോപ്പ് ചെയ്യുക. ഇതൊരു ബിറ്റർ ടേസ്റ്റാണ്, പക്ഷേ ഇതിൻ്റെ കൂടെ ആപ്പിളിൻ്റെ കൂടെ ഒക്കെ പോകുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. ഇടയ്ക്കൊരു ബൈറ്റ് കിട്ടും. അടുത്തത് ആപ്പിളാണ്. ഇത് ഗ്രാനി സ്മിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ആപ്പിളാണ്, ഓസ്ട്രേലിയൻ ആപ്പിളാണ്. നമ്മുടെ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഇത് ധാരാളം വരുന്നുണ്ട്. ഇത് നല്ല ചെറിയൊരു പുളിപ്പ് ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണിത്. മയോണൈസും യോഗട്ടും കൂടി വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. സീഡ് കളയുക. ഒരു മീഡിയം ഡൈസ്. സ്കിന്നോടുകൂടിയാണ്. എന്നാൽ ആപ്പിൾ എപ്പോഴും സ്കിന്നോടുകൂടിയാണ് നല്ലത്. ഇപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് 2 തരം ആപ്പിളാണ്. ഒന്നില്ലെങ്കിൽ ഗ്രീൻ മാത്രം ആക്കാം, അല്ലെങ്കിൽ ഇത് മാത്രം ആക്കാം. ഞാനിപ്പോൾ 2 കൂടി മിക്സ് ചെയ്ത് നല്ലൊരു കളർ കോമ്പിനേഷൻ കിട്ടാനാണ്. അപ്പോൾ ഇത് നേരത്തെ പോലെ തന്നെ മുറിച്ചെടുക്കുക. ലെമൺ ഒരു വെജായിട്ട് എടുക്കുന്നുണ്ട്, ഒരു പീസ് എടുക്കുന്നുണ്ട്. ഇങ്ങനെ എടുക്കുക. ഒരു പീസ് എടുത്തു. ഇത് കുറച്ചിങ്ങനെ അതിലേക്ക് സ്ക്യൂസ് ചെയ്യുക. ആപ്പിളും ലെമണും നല്ലൊരു കോമ്പിനേഷനാണ്. അതുകൂടാണ്ട് ഈ ആപ്പിൾ കറുത്ത് പോയില്ല. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന യോഗട്ട് 120 ml ഉണ്ട്, 1/2 കപ്പ് അപ്രോക്സിമേറ്റ്ലി.
അതിലേക്ക് സെയിം ക്വാണ്ടിറ്റി തന്നെ 120 ml മയോണൈസ്. ഇനി മയോ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യോഗട്ട് തന്നെ ആക്കാം, പ്ലെയിൻ കേർഡ് അല്ലെങ്കിൽ സെറ്റ് കേർഡ് എന്ത് വേണമെങ്കിൽ ആക്കാം. ഇനി അതിലേക്ക് നമുക്ക് സോൾട്ട് ഇത്തിരിട്ട് കൊടുക്കാം. സോൾട്ട് ഓൾറെഡി മയോയിലുണ്ട്, അപ്പോൾ ഈ യോഗട്ടിന് ഉണ്ടാവില്ല. അപ്പോൾ അതിനകത്ത് കുറച്ച് 1 ടീസ്പൂൺ സോൾട്ട്. കുരുമുളക് നമുക്ക് വൈറ്റ് പെപ്പർ കൊടുക്കാം, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഫ്രഷ്ലി ഗ്രൗണ്ട് പെപ്പർ, ഇത് നല്ലതാണ്. അതും 1 ടീസ്പൂൺ കൊടുത്തേക്കാം. ഓക്കെ, നല്ല ഫ്ലേവറുണ്ട്. ഹണിയാണ്. ഹണി ഇനി ഇല്ലെങ്കിൽ, ഹണി അഥവാ ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഷുഗർ ഒരെണ്ണം കൊടുക്കാം. ഓക്കെ, ഇനി ഹണി ഇല്ലെങ്കിൽ ഇതാണ് ഹണി, 1 ടീസ്പൂൺ ഹണിയും കൂടി കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സീസർ ഡ്രസ്സിങ് റെഡി. ഹണി ഇല്ലെങ്കിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിനെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. വളരെ സിമ്പിൾ, ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സലാഡാണ്. കണ്ടോ, നേരത്തെ ഞാൻ ഡ്രസ്സിങ് റെഡി. നോക്കിയേ, ഡ്രസ്സിങ് നല്ല സൂപ്പറാണ്, നല്ല ഓക്കെ, ക്രീമി. ഓക്കെ, ഇൻ ദിസ് യു വിൽ ആഡ് celery, same apple, both green. നല്ലോണം യോജിപ്പിക്കാം. കുറച്ച് വാൾനട്ട്സ് ഇടാം, ബാക്കി പകുതി ഇടാം, പകുതി ഗാർണിഷിനായിട്ട് വെക്കാം. ഓക്കെ, വാ, നല്ല അടിപൊളി ക്രീമി ആയിട്ടുള്ള റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, കുറച്ച് വാൾനട്ട്സ് ഇടാം, ബാക്കി പകുതി ഇടാം, പകുതി ഗാർണിഷിനായിട്ട് വെക്കാം. ഓക്കെ, വാ, നല്ല അടിപൊളി ക്രീമി ആയിട്ടുള്ള റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ വാൾഡ്രോഫ് സലാഡ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, വളരെ ലളിതമായിട്ട്, വളരെ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ആപ്പിൾ, അതുപോലെ സെലറി, മുന്തിരി, ഇതെല്ലാം എടുത്തിട്ട് മയോയും അതുപോലെ നമ്മുടെ യോഗട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ലളിതമായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു സലാഡാണ്. അപ്പോൾ കൂടാണ്ട് ബേസായിട്ട് ലെറ്റ്യൂസ് കൊടുക്കുക. ഇനി ലെറ്റ്യൂസ് അവൈലബിൾ അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്, വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിലേക്ക് വരും വരെ ഷെഫ് ജോഷി സൈനിങ് ഓഫ്.